വന്ദേ ഭാരത് വന്നു കഴിഞ്ഞിട്ടുള്ള ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു അതിൽ കയറണം എന്നുള്ളത്. പക്ഷെ ഞാനാണെങ്കിൽ അധികം ട്രാവലൊന്നും ചെയ്യാറില്ല. പിന്നെ എൻ്റെ ചേച്ചി ഇപ്പോൾ ട്രിവാൻഡ്രത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിലാണ് യാത്ര. എന്നാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വന്ദേ ഭാരതിൽ തന്നെ യാത്രയാകാമെന്ന് വിചാരിച്ചു. ഞാൻ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഉണ്ടായിരുന്നില്ല. 5:10 ട്രെയിൻ. പക്ഷെ ഒരു 5 മണിയായപ്പോൾ തന്നെ വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം കയറി സീറ്റ് കണ്ടുപിടിക്കാനൊക്കെ പറ്റി. എല്ലാവരും എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു, വന്ദേ ഭാരതിൽ സീറ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ നമുക്ക് വേർ ഇസ് മൈ ട്രെയിൻ ആപ്പൊക്കെ ഉണ്ടല്ലോ, ഞാൻ അതൊക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചു. പക്ഷേ ഞാൻ നിന്നിടത്തായിരുന്നില്ല, അങ്ങ് അറ്റത്തായിരുന്നു. ഒരുപാട് ലഗേജൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തൂക്കി ഞാനൊരു നടത്തം നടന്ന് അവസാനം ഞാൻ അവിടെ ചെന്നെത്തി. സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞാനങ്ങ് ഇരുന്നു. എൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല, അടുത്ത സീറ്റുകളിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ചൂടുവെള്ളം കൊണ്ടുവന്ന് തന്നു. എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ആ ചൂടുവെള്ളം കൊണ്ടുവന്ന് തന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുവന്ന് തന്നപ്പോഴാണ് അത് മസാല ചായയുടെ കലക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളമാണെന്ന് മനസ്സിലായത്. എന്നിട്ട് ഞാൻ ആ മസാല ചായയൊക്കെ അങ്ങ് കലക്കി ഒരു പിടിയങ്ങ് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് കുറച്ച് സ്നാക്സൊക്കെ ആയിരുന്നു. ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ബിസ്ക്കറ്റൊന്നും കഴിക്കാത്ത ആളാണ്, പക്ഷെ എന്നിട്ടും എനിക്ക് ഈ ബിസ്ക്കറ്റ് വളരെയധികം അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാനോർത്തിന് ബ്രേക്ക്ഫാസ്റ്റൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വേറെ സംഭവം കൊണ്ടുവന്നായിരുന്നു. അതിൽ ഇഡ്ഡലി ഉണ്ടായിരുന്നു, ഇഡ്ഡലിയുടെ കൂടെ കറികളുണ്ടായിരുന്നു, അതിൽ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ ചട്നി ഉണ്ടായിരുന്നു. പക്ഷെ സാമ്പാറാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. പിന്നെ പല രീതിയിലുള്ള ചട്നീസൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും സാമ്പാറിനായിരുന്നു എനിക്ക് ടേസ്റ്റ് തോന്നുന്നത്. പിന്നെ കേസരി ഉണ്ടായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം കഴിച്ച് കഴിഞ്ഞൊരു മധുരം നല്ലതാണല്ലോ. പിന്നെ നമുക്ക് സ്പൂണും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ കൈ കഴുകേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഒരു ടോപ്പിക്കാനയുടെ ഒരു ജ്യൂസും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹങ്ങൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.